ഈ ഹാളിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും നമ്മൾ പരിശീലനം കൊടുത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ വീടുകളിലുണ്ടാക്കി അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ഗാന്ധിയൻ രംഗത്തെ പ്രവർത്തനങ്ങളിൽ ഇപ്പം പൊതുവേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആൾക്കാർക്ക് താല്പര്യമില്ല, ആൾക്കാർ ആ രംഗത്തേക്ക് കടന്നു വരുന്നില്ല, ചെറുപ്പക്കാരാണ് വലിയവരാണ് കടന്നു വരുന്നില്ല. ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത്. വില്ലേജ് ഭക്ഷണത്തിലേക്ക് ആൾക്കാർ മാറുമ്പോൾ ഒന്ന്, രോഗം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയുന്നു, രണ്ട്, ഉള്ള രോഗത്തെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഞാനിതുപോലെ കേരളം പോലെ മായത്തിൽ കുളിച്ചിരിക്കുന്ന മറ്റൊരു സംസ്ഥാനവും മറ്റൊരു ജനങ്ങളെയും ഞാൻ കണ്ടിട്ടില്ല. ക്വാളിറ്റിയുള്ള കുളിക്കുന്ന സോപ്പ് ആരും ഉണ്ടാക്കുന്നില്ല, ആരും വിതരണത്തിൽ എത്തിക്കുന്നില്ല. അതുണ്ടാക്കുന്നത് നമ്മുടെ ഈ സ്വദേശിയുടെ തലത്തിൽ പരിശീലനം കൊടുത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായം വന്നുകൊണ്ടിരിക്കുന്നത് ഈ മസാലപ്പൊടികളാണ്. ഏത് മസാലപ്പൊടി എടുത്താലും വലിയ മായം. ആ മസാലപ്പൊടികളെല്ലാം നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുകയും ആൾക്കാരെ കൊണ്ടുണ്ടാക്കിയിട്ട് വിതരണത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മസാലപ്പൊടിയുടെ രുചി എന്നാന്ന് അന്നേരമാണ് അവരറിയുന്നത്. ഇവിടെ ഈ സ്വദേശി പ്രദർശന മേളയിൽ ആൾക്കാർ വരുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ അവർക്ക് കാണാൻ സാധിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം YMCA ഹാളിൽ ഒരു സ്വദേശി ഉൽപ്പന്ന പ്രദർശനം നടക്കുന്നുണ്ട്. സത്യത്തിൽ ഗാന്ധിയൻ ദർശനം ഉൾക്കൊണ്ട് ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റാണ് ഇത്തരത്തിലൊരു പ്രദർശനം നടത്തുന്നത്. ഈ ഒരു പ്രദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ക്വാളിറ്റിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റും കേരള ഗാന്ധി സ്മാരക നിധിയും തിരുവനന്തപുരം YMCAയും സംയുക്തമായി തിരുവനന്തപുരം YMCA ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്വദേശി ഫെസ്റ്റിവൽ ഒരേ സമയം നാടൻ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തെക്കുറിച്ച് ഒട്ടേറെ അറിവുകൾ പകർന്നു നൽകുന്നതും ഗുണമേന്മയും ഔഷധ ഗുണമുള്ളതുമായ നാടൻ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. സ്വദേശി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നാടൻ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചുള്ള സെമിനാറുകൾ, സ്വദേശിയുടെ പ്രായോഗികത വിശദമാക്കുന്ന നാടൻ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശനവുമാണ് ഏപ്രിൽ 4 മുതൽ മെയ് 9 വരെ 32 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വദേശി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടത്തുന്നത്. സ്വദേശി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന 300-ൽ പരം നാടൻ ഉൽപ്പന്നങ്ങൾ വീട്ടുമുറ്റത്ത് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ വെറുതെ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. എന്തായാലും ഈ ഒരു സ്വദേശി ഉൽപ്പന്ന പ്രദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഇതിൻ്റെ ഡയറക്ടർ തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. പരിശീലനത്തെക്കുറിച്ചും ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നത്. സോപ്പ് മുതലങ്ങ് തുടങ്ങുക. സോപ്പ് മുതലങ്ങ് തുടങ്ങി നമ്മൾ കേക്ക്, ബേക്കറി സ്നാക്സ് അങ്ങനെ തുടങ്ങി എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് 22 ട്രെയിനിങ് പരിപാടികളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന 13 എണ്ണമാണ്. ആ പരിശീലന പരിപാടികൾ ഇപ്പോൾ ആദ്യമേ സോപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ പറഞ്ഞ് നമ്മൾ ലിക്വിഡ് സോപ്പിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മില്ലറ്റിൻ്റെ പരിശീലനം ഉണ്ടായിരുന്നു, ചക്ക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പരിശീലനമുണ്ട്. ഇനി അടുത്ത 4 ദിവസം ബ്രേക്കാണ്, ഈസ്റ്റർ ബ്രേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച നമ്മൾ തുടങ്ങുമ്പോൾ തിങ്കളാഴ്ച മസാലപ്പൊടികളുടെ പരിശീലനം, 2 ദിവസത്തെ പരിശീലനം. അത് കഴിഞ്ഞ് മുളക് പൊടിയുടെ അച്ചാർ നിർമ്മാണത്തിൻ്റെ പരിശീലനം. അത് കഴിഞ്ഞ് കേക്കിൻ്റെ പരിശീലനം, കേക്കിൻ്റെ ഡെക്കറേഷൻ പരിശീലനം, പ്രകൃതി കൃഷിയുടെ പരിശീലനം, സ്നാക്സ് ഉണ്ടാക്കുന്നതിന് പരിശീലനം. എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും വന്ന് പഠിക്കാം. അത് അവരിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നത് അവരുടെ ഈ ട്രെയിനിങ്ങിന് ആവശ്യമായ ട്രെയിനിങ് മെറ്റീരിയലിൻ്റെ പൈസയെ നമ്മൾ ഈടാക്കുകയുള്ളൂ. ബാക്കി പൈസ ഒന്നും നമുക്ക് തരേണ്ട ആവശ്യമില്ല. ഒരാളിന് എത്ര രൂപയുടെ ട്രെയിനിങ് മെറ്റീരിയൽ ആവശ്യമുണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് അവർ അടയ്ക്കണം. അത് വേറെ ഒരു വീഴ്ചയില്ല. അവർക്ക് നിരന്തരമായ സപ്പോർട്ട് നമ്മുടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് റോ മെറ്റീരിയൽ സപ്പോർട്ട് പല കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്.
പാക്കിംഗ് സപ്പോർട്ട് ആവശ്യമുണ്ട്, ലേബലിംഗ് സപ്പോർട്ട് ആവശ്യമുണ്ട്, പ്രൈസിങ് സപ്പോർട്ട് ആവശ്യമുണ്ട്, മാർക്കറ്റിംഗ് സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ ഹാളിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും നമ്മൾ പരിശീലനം കൊടുത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ വീടുകളിലുണ്ടാക്കി അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ വിലയിലേക്ക് അതിനൊന്ന് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വില നമ്മൾ പറയുന്നുണ്ട്, ഇന്ന വിലയിലേ ആകാവും. ആ വിലയിൽ കൊണ്ടുവന്ന് അവർ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് അവർ നമ്മുടെ കയ്യിലായിട്ട് സാധനം തരുന്നു. ആ പരിപാടി തീരുന്ന ദിവസം അവർക്കതിൻ്റെ പണം ട്രാൻസ്ഫറായിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു വ്യത്യസ്തതയുള്ള പരിപാടിയാണ്. മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന പോലെയുള്ള അതേ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ മറ്റു കടയിൽ ഇന്ന സാധനമുണ്ട്, അതുപോലുള്ള സാധനം ആൾക്കാർ മേടിക്കുന്നതാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആകാം, അതില്ല. നമ്മൾ ഊന്നൽ വീട്ടുമുറ്റത്ത് കിട്ടുന്ന വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഔഷധ മൂല്യങ്ങളാൽ സമ്പന്നമായ സാധനങ്ങൾ. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കൊളസ്ട്രോളിനുള്ള പുളിഞ്ചിക്കയിൽ നിന്നുണ്ടാക്കുന്ന കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള കൊളസ്ട്രോൾ നിവാരണി, ജാതിക്കയിൽ നിന്നുണ്ടാക്കുന്ന ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള മരുന്ന്, അതുപോലെ തന്നെ ചക്കയുടെ ടോണും ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ചക്കയുടെ ടോൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ, എയ്ഡ്സ് ഈ 2 രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള ജക്കാലിൻ എന്നുള്ള പോഷകാംശം നമ്മുടെ രക്തത്തിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഒരുമാതിരിയുള്ള നമ്മുടെ മെഡിസിനായിട്ടുള്ള തൈലങ്ങളെല്ലാം ഇപ്പോൾ എരിക്കെണ്ണ, ഈ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതെ അതെ അതെ. ഈ എരിക്കെണ്ണയുടെ പ്രയോജനം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ മുട്ടിന് വേദനയ്ക്കുള്ള ഏറ്റവും നല്ല മരുന്ന് എരിക്കാന്ന് നമുക്കറിയാം. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം, അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കാം എന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാധനം എരിക്കിൻ്റെ ഇല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ ഇല ഒരു 4 എടുത്ത് അരച്ച് അല്പം ഉപ്പ് നീരിൽ അരച്ച് മുട്ടിലിട്ട് ഒരു കോട്ടൺ കോസ് രാത്രിക്ക് ചുറ്റി വെച്ചാൽ മതി. അതിൻ്റെ തൈലം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചുടുവാദത്തിനുള്ള തൈലം ഉണ്ടാക്കുന്നത്, കുഴിനകത്തിനുള്ള ഒത്തിരി ആൾക്കാർക്കുള്ള കുഴിനകത്തിനുള്ള നെയ്റ്റ് മരുന്ന് നമ്മുടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒരിടത്തും കിട്ടിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള തൈലങ്ങളെല്ലാം മുറിവെണ്ണ, അശവെണ്ണ, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളാണ്. പിന്നെ ഉമിക്കിരി, ഇപ്പം നമ്മൾ ഉമിക്കിരി മറന്ന ആൾക്കാരാണ്. ഇന്നത്തെ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഉമിക്കിരി ഉപയോഗിക്കുന്ന നടക്കടന്ന് നമ്മളത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉമിക്കിരിയാണ് പല്ല് തേക്കുന്നതിനുള്ള ഏറ്റവും നല്ല സാധനം. 2 കാര്യം നടക്കണം. 1, പല്ലിലെ മാലിന്യം ഒഴിച്ചെടുക്കണം. 2, പല്ല് ക്ലീനിങ് നടക്കണം. 3, പല്ലിനെ സംരക്ഷിക്കണം. 3 കാര്യങ്ങളാണ്. അപ്പോൾ ആ 3 കാര്യങ്ങളിൽ നമ്മൾ ഉമിക്കിരി എടുത്ത് കരിച്ച് അതിനെ ഒന്ന് ഞുറുക്കി, പൊടിയല്ല ഞുറുക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ദുപ്പ്, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കർപ്പൂരം, ഇത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്ത് ചേർത്ത് കഴിയുമ്പോൾ അത് ഒന്നാന്തരം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പകരം വയ്ക്കാൻ പറ്റാത്ത പല്ല് തേക്കുന്നതിനുള്ള സാധനമായി. ഒന്ന് പല്ല് തേച്ച് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി, പല്ലിനിടയിൽ കയറി ഇരിക്കുന്ന പൊക്കോളും. അപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഇലയുടെ പൽപ്പൊടിയെല്ലാം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഒരു ചോദ്യം കൂടെ, ഈ സ്വദേശി ഫെസ്റ്റിവൽ എന്ന് മുതലാണത്, ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്? സ്വദേശി ഫെസ്റ്റിവൽ 1998 സ്വദേശി എന്ന പ്രസ്ഥാനം ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന പ്രസ്ഥാനമായിട്ട് ആരംഭിക്കുന്നത്. അന്ന് ഇത് ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പരിശീലനം കൊടുക്കുന്ന ഒത്തിരി ഏജൻസികളുണ്ട്, പക്ഷേ സപ്പോർട്ട് കൊടുക്കാൻ ഏജൻസി ഇല്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു പരിശീലനം കൊടുക്കുകയും പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അന്ന് ആരംഭിച്ച് 98 ആരംഭിച്ച് അത് ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്ന് ഒരു 2010 ആയപ്പോഴത്തേന് നമുക്കൊരു 20ഓളം പരിശീലന പരിപാടികളായി. എല്ലാ പരിശീലന പരിപാടികൾക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്, ട്രെയിനിങ് മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ റോ മെറ്റീരിയൽ സപ്പോർട്ട് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ട്രെയിനിങ്ങാണ്, അതിനുള്ള അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പാക്കിങ്, ലേബലിങ്, പ്രൈസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പരിശീലനം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 22 പരിശീലന പരിപാടികൾ നമുക്കുണ്ട്. അപ്പോൾ ആ പരിശീലന പരിപാടികളെല്ലാം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡ് വരെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നമ്മുടെ സ്വദേശി ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. കോവിഡിന് ശേഷം അത് തിരുവനന്തപുരം മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തി. എന്നുവെച്ചാൽ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഇന്ന് ഇല്ലാതായി. വണ്ടിയെല്ലാം വിറ്റു. നമ്മുടെ ഓഫീസുകളെല്ലാം 2 വർഷം റെൻറ്റ് കിടന്ന ഓഫീസുകളെല്ലാം വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ അതാത് സ്ഥലത്തുള്ള ആൾക്കാരെ അത് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ സമീപകാലത്ത് കണ്ടുവരുന്ന ഈ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും അതിൻ്റെ ഒരു പോരായ്മ കൊണ്ട് പല സ്ഥലത്തും നിലച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ഇനിയും ഈ പരിപാടികൾ ഫ്ലറിഷ് ചെയ്യും. കാരണം ഇത് ഫ്ലറിഷ് ചെയ്യുന്നതിന് സ്കോപ്പുണ്ട്. ഗാന്ധിയൻ രംഗത്തെ പ്രവർത്തനങ്ങളിൽ ഇപ്പം പൊതുവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ആൾക്കാർക്ക് താല്പര്യമില്ല, ആൾക്കാർ ആ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. ചെറുപ്പക്കാരാണ്, വലിയവരാണ്, കടന്നു വരുന്നില്ല. ഞാൻ നേരെ തിരിച്ചാണ് പറയുന്നത്.
അവർക്ക് സ്വീകരിക്കാവുന്ന തലത്തിലേക്ക് അതിനെ വളർത്തി രൂപവും ഭാവവും മാറ്റി ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ പരിശീലന പരിപാടികളെല്ലാം ആൾക്കാർ ഇടിച്ചു കയറുന്നുണ്ട്. സാധാരണ ഈ പരിശീലനത്തിനെല്ലാം 10, 100, 150 പേരാകുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അടുത്ത പരിശീലനത്തിന് വന്നോളാൻ പറയും. അപ്പോൾ ആ രീതി ആൾക്കാർ നമുക്ക് ഇടിച്ചു കയറുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള പരിശീലനം നടക്കുമ്പോൾ ഇതിനകത്ത് ആൾ വരുന്നില്ല എന്നുള്ളത് ഇത് ഡിസൈൻ ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു പോരായ്മ. എത്ര വലിയ ഗാന്ധിമാരാണിത്. അപ്പോൾ ഞാൻ വലിയ ഗാന്ധിനാണെന്നും പറയാം. ഞാനിപ്പം കേരള ഗാന്ധി സ്വാതന്ത്ര്യ വർക്കിംഗ് ചെയർമാനാണ്. സ്കൂളുകളുടെ പ്രവർത്തനം ഹെഡ് ചെയ്യുന്ന ഗാന്ധി ദർശൻ്റെ ഡയറക്ടറാണ്. ഇതെല്ലാം ഗാന്ധി ദർശനൊക്കെ തുടങ്ങി ഞാനാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടിയും അത് എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് ഞാൻ പറയില്ല. ഈ പരിപാടി ഈ രീതിയിൽ ഷേപ്പ് ചെയ്യാൻ പറ്റിയോണ്ടാണ്. ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടിയായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ അത് ആൾക്കാർക്ക് ഡിമാൻഡുള്ള കാര്യമായിട്ട് മാറി. ആൾക്കാർ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ ഈ പരിപാടിയായിട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് ഇച്ചിരി വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുന്നു. ഇപ്പോൾ ഈ പരിശീലനത്തിൽ ഇപ്പോൾ ഒരു 7 ലക്ഷം പേര് പങ്കെടുത്തിട്ടുണ്ട്. അതിലൊരു 3-3.5 ലക്ഷം പേരും അവരുടെ വീടുകളിലേക്ക് ഉണ്ടാക്കുന്ന ഈ സോപ്പ് പോലുള്ള സാധനങ്ങൾ അവർ തന്നെത്താൻ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് തന്നെത്താൻ ഉണ്ടാക്കാൻ പറ്റിയാലാത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് അവർ മേടിക്കുന്നുണ്ട്. അവർ മാർക്കറ്റ് ഷോപ്പിലേക്ക് പോവുകയില്ല. മാർക്കറ്റ് ഷോപ്പിന് ഇത് കുഴപ്പമെന്നാന്ന് അവർക്കറിയാം. അവർ പഠിച്ച് മനസ്സിലാക്കി വരുന്നില്ല. അങ്ങനെ ഓരോ സാധനം ഇപ്പോൾ സ്ക്വാഷ്, ജാമ്, ജെല്ലി, അലുവ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ സാധനവും ഇപ്പോൾ ചക്ക വരട്ടി, ചക്കപ്പേട അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവരിത് മനസ്സിലാക്കി വരുന്നവരാണ്. ആ മനസ്സിലാക്കി വരുന്നത് തിരിച്ച് മാർക്കറ്റിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ കടകളെല്ലാം സൂപ്പർ മാർക്കറ്റ് വരെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഫ്ലറിഷ് ചെയ്യും. ഇതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ പഞ്ചായത്തിലും ആ പഞ്ചായത്തിലെ ആൾക്കാരുടേതായിട്ട് ഉൽപ്പന്ന നിർമ്മാണം നടത്തുകയും അവിടുത്തെ കാർഷിക വിളകളെല്ലാം ഒരുമിച്ച് ഒരു 2 രൂപ വിലക്കുറവിൽ കൊണ്ടുവരിക, 2 രൂപ വിലക്കുറവ് ആൾക്കാർക്ക് വിൽക്കുക, 2 രൂപ വില കൂടുതൽ വാങ്ങിക്കുക. ആ ഒരു രീതിയിലുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. മാറ്റമുണ്ടാകും. ആളുകൾ ഉണ്ടാകാതിരിക്കാൻ പറ്റിയാൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാറേ, ഈ ജാതിക്കാട്ടോൺ എന്ന് പറയുന്നത് ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന മരുന്ന് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള വയറടപ്പ്, അല്ല വയറ്റിൽ അസ്വസ്ഥത, ചെറിയ വേദന, ചെറിയ രീതിയിലുള്ള ലൂസ് മോഷൻ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു 30 ml 1 ഔൺസ് കഴിച്ചു കഴിയുമ്പോൾ ആ വയറടപ്പിന് ശമനം ഉണ്ടാകും. അപ്പോൾ അതിന് നമുക്ക് വളരെ ക്വിക്കായിട്ടുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അതിന് പ്രത്യേകത നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന സാധനം. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെയുള്ള മറ്റൊരു സാധനം പുളിഞ്ചിക്കയിൽ നിന്നുണ്ടാക്കുന്ന കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള മരുന്ന്. അപ്പോൾ ആ സാധനം നമ്മൾ കൊളസ്ട്രോളുള്ള ആൾക്കാർ ഒരു 15 ദിവസം 30 ml വീതം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ അവരുടെ കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാകുകയും മറ്റു മരുന്നുകളെല്ലാം അവർക്ക് നിർത്തുകയും ചെയ്യാം. അത് വീണ്ടും നമുക്ക് ഒരു 4 മാസമാകുമ്പോൾ കൊളസ്ട്രോൾ വീണ്ടും ഉണ്ടായി വരുന്ന സമയത്ത് വീണ്ടും അത് തന്നെ ഉപയോഗിച്ചാൽ മതി. നമ്മളിപ്പോൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് പുളിഞ്ചിക്ക. അതുപോലെ തന്നെ പുളിഞ്ചിക്കയുടെ അച്ചാറുണ്ട്. പുളിഞ്ചിക്കയുടെ അച്ചാർ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടാക്കിയ കണ്ണിമാങ്ങ അച്ചാർ പോലെ രുചികരമാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പുളിഞ്ചിക്ക അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് അത് ചാറ് ഏതാ കഷ്ണം ഏതാ എന്നറിയാൻ പാടില്ലാത്തത് അലിഞ്ഞു പോകും. അതുകൊണ്ട് ആരും അത് ചെയ്യല. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇപ്പം അമ്പഴങ്ങയൊക്കെ പല വീടുകളിലും ഉണ്ട്. അമ്പഴങ്ങയാണ് ഏറ്റവും മെഡിസിന് വാല്യൂ ഉള്ള അച്ചാർ. വളരെ രുചികരമാണ് ആ അച്ചാർ. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരോടും അമ്പഴങ്ങ തൈ വീട്ടിൽ മേടിച്ച് നട്ടിട്ട് ഒരമ്പഴങ്ങ തൈ ഉണ്ടെങ്കിൽ ഒരു 10-20-25 കിലോ അമ്പഴങ്ങ കിട്ടും. അത് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഹൈബ്രിഡാണ്. പഴയതുപോലെ വലിയ മരമായി മാറുന്ന സാധനമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കുറച്ച് അവർക്ക് വിതരണത്തിന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്യാം. നമ്മുടെ കണ്ണിമാങ്ങ, നമുക്ക് കണ്ണിമാങ്ങ കിട്ടാനുണ്ട്. പക്ഷേ ഉള്ള വില പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്. അത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയാൽ, അതുപോലെ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സ്ക്വാഷ് ഇന്നിപ്പോൾ അതിഭയങ്കരമായ വിലയാണ് പാഷൻ ഫ്രൂട്ടിന്. കാരണം നമ്മുടെ രക്തത്തിലെ കൗണ്ട് കൂട്ടുന്ന സാധനം എന്നുള്ള രീതിയിൽ അത് നമ്മൾ കോവിഡിന് ശേഷം ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് അത് ഭയങ്കരമായ വിലയായി. ക്യാൻസറിനെ പ്രതിരോധിക്കുകയല്ല, അത് ജനറലായിട്ടുള്ളൊരു പ്രതിരോധമാണ്. കൗണ്ട് കൂട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. എന്നാൽ രുചികരമായ സ്ക്വാഷുമാണ് ആ സാധനം. ഇപ്പോൾ ആൾക്കാർ അവരുടെ വീട്ടിൽ ഒരു 2 ചൂട് നട്ടാൽ മതി.
എൻ്റെ ഒന്ന് വലയിട്ട് കൊടുത്താൽ അത് ഒരു 10-200 കിലോ പാഷൻ ഫ്രൂട്ട് കിട്ടും. 1 കിലോ പാഷൻ ഫ്രൂട്ടിന് വില ഇപ്പം ചുരുങ്ങി 100 രൂപ. അത് സ്ക്വാഷ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, ജെല്ലി ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം മറ്റ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ തലത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക്, BP ഉള്ളവർക്ക് അവർക്ക് സാധാരണ ഇപ്പം പഞ്ചസാര ചേർത്ത സാധനം കഴിക്കുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട്. പരിമിതിയേക്കാൾ കൂടുതൽ അത് എല്ലാ സാധനവും നമുക്ക് കുറേശ്ശെ കഴിക്കാം. ഷുഗറുള്ളവർ ഒരു മധുരമുള്ള സാധനമൊന്നും കഴിക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം അവർക്ക് കഴിക്കാം. പ്രകൃതി ചികിത്സയിൽ അവർക്ക് ഒരു നേരം പഴം കൊടുക്കുന്നു, ഒരു നേരം വേവിച്ച ഭക്ഷണം സാലഡൊക്കെ കൊടുക്കുന്നു. അടുത്ത വൈകിട്ടത്തെ സമയത്ത് അവർക്ക് വീണ്ടും മില്ലറ്റ് ഭക്ഷണം കൊടുക്കുന്നു, മില്ലറ്റ് കഞ്ഞി, അങ്ങനെയൊക്കെ. അവർക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പഴങ്ങളാണ്. ഈ പഴങ്ങളൊന്നും കഴിച്ചിട്ട് അവരുടെ ഷുഗർ കുറയുന്നതല്ലാതെ കൂടുന്നില്ല. അപ്പോൾ അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി ആ രീതിയിലേക്കൊന്ന് മാറ്റേണ്ട സമയമായി. ഇപ്പം മില്ലറ്റ് ഇപ്പം നമ്മളിപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാരുടെ സത്യത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സാധനമാണ് മില്ലറ്റ്. ആ മില്ലറ്റിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി, ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾ കഴിക്കുമ്പോൾ കഴിച്ച് ഒരു 25 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ് മുഴുവൻ രക്തത്തിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ ഇരച്ച് കയറുക. അത് കുറേശ്ശെയായിട്ട് നമ്മുടെ രക്തത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദഹന രസത്തിന് അതിനെ ദഹിപ്പിക്കുന്നതിനും നമുക്ക് അസുഖമില്ലാതിരിക്കുന്ന അവസ്ഥ തന്നെ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകേണ്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്ലൂക്കോസ് അതിനെ സ്ലോ സ്റ്റഡിയായിട്ട് നമ്മുടെ രക്തത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് മില്ലറ്റ് കൂടെ മാത്രമേ കിട്ടുള്ളൂ. കാരണം മില്ലറ്റിൻ്റെ അകത്തുള്ള ഫൈബർ 8.5 മുതൽ 12.5 വരെയാണ്. അപ്പോൾ 8% ഫൈബറുള്ളൊരു സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് കൊടുക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറവാണ്. അത് ഒരു 2 മണിക്കൂർ മുതൽ ആരംഭിച്ച് 8 മണിക്കൂർ കൊണ്ടാണ് ഈ ഗ്ലൂക്കോസ് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭക്ഷണത്തിലുള്ള ഒരു നിയന്ത്രണം നമ്മളറിയാതെ തന്നെ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നടക്കുക. ആ ഭക്ഷണത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഷുഗർ ഉണ്ടാകുകയില്ല, കൊളസ്ട്രോൾ ഉണ്ടാകുകയില്ല, BP ഉണ്ടാകുകയില്ല. ഇത് ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ രോഗമല്ല, രോഗലക്ഷണങ്ങളാണ്. ഇതിനെ നിയന്ത്രണത്തിൽ നിർത്തിയില്ല എങ്കിൽ നമ്മളീ പറയുന്ന ക്യാൻസർ, എയ്ഡ്സ്, നമ്മുടെ കിഡ്നിക്കുള്ള തകരാറ്, ഹൃദയരോഗങ്ങൾ, ലിവർ പ്രോബ്ലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും അവരിലുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ വില്ലേജ് ഭക്ഷണത്തിലേക്ക് ആൾക്കാർ മാറുമ്പോൾ 1 രോഗം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയുന്നു, 2 ഉള്ള രോഗത്തെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് വ്യാപകമായിട്ട് മില്ലറ്റ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് മായമില്ലാതെ കിട്ടുന്നതിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. ഞാനിതുപോലെ കേരളം പോലെ മായത്തിൽ കുളിച്ചിരിക്കുന്ന മറ്റൊരു സംസ്ഥാനവും മറ്റൊരു ജനങ്ങളെയും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിച്ച് കാശുണ്ടാക്കാമെന്ന് പറ്റാ അവസരം ഉണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യുക. ഈ മില്ലറ്റ് ഒരു 100 രൂപ റേഞ്ച് നിൽക്കുന്ന മില്ലറ്റാണ്. അതിനെ 300 രൂപ റേഞ്ചിലേക്ക് ആക്കി 2 രൂപയുടെ റേഷനരി മേടിക്കും. 2 രൂപയുടെ റേഷനരി മേടിച്ചിട്ട് അതിനെ ഒന്ന് ഞുറുക്കും. അപ്പം മില്ലറ്റിൻ്റെ സൈസായി. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് 300 രൂപ മില്ലറ്റിലേക്കാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ 150 ഇരട്ടിയാണ് ഈ രോഗം മാറുന്നതിനുള്ള ഭക്ഷണ രീതി എന്നുള്ള നിലയിൽ ഇവരിത് കൊണ്ടുവരുന്നതിൽ കൂടി ലാഭം എടുക്കുന്നത്. കൊള്ളയാണ്. നല്ല മില്ലറ്റ് കിട്ടുന്ന അഡ്രസ്സ് ഞാൻ എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിതുവരെ 2 സ്ഥാപനങ്ങൾ ഒഴിച്ച് വേറെ ആരും എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ളവർ മുഴുവൻ ഇങ്ങനെ ഈ കാശുണ്ടാക്കുന്ന പ്രവർത്തനം. ഈ മില്ലറ്റിലേക്ക് നാളുകൾ നമുക്ക് പോകേണ്ടതായിട്ട് വരും, ഒരു സംശയവുമില്ല. ഈ പറയുന്ന ഹൃദ്രോഗം ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, നമ്മുടെ പ്രമേഹമുള്ളവർ, കിഡ്നി പ്രശ്നങ്ങളുള്ളവർ, ലിവർ പ്രോബ്ലം ഉള്ളവർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഈ മില്ലറ്റിലേക്ക് പോയി, ക്യാൻസർ ഉള്ളവർ, ഇവരെല്ലാം ഈ മില്ലറ്റിലേക്ക് പോയി ആ ഭക്ഷണ രീതിയിൽ കൂടി ഇതിന് ഇനിയൊരു മാറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. ബാക്കി ഏത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ പ്രചരണം നമ്മൾ വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുളിക്കുന്ന സോപ്പ് ക്വാളിറ്റിയുള്ള കുളിക്കുന്ന സോപ്പ് ആരും ഉണ്ടാക്കുന്നില്ല, ആരും വിതരണത്തിൽ എത്തിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കുന്ന സോപ്പ് അത് പൂർണ്ണമായിട്ടും വെളിച്ചെണ്ണ ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് ഗ്ലിസറിൻ റിമൂവ് ചെയ്യാൻ പാടില്ല, മാറ്റിയെടുക്കാൻ പാടില്ല. അതിൻ്റെ അകത്തുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ അതേപടി അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അത് അലർജി യാതൊരു കാരണം എത്ര അലർജി ഉള്ള ആൾക്കാർക്കാണെങ്കിലും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സോപ്പ് യാതൊരു അലർജിയും ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ള സോപ്പ് ആരും ഉണ്ടാക്കുന്നില്ല.
അതുണ്ടാക്കുന്നത് നമ്മുടെ ഈ സ്വദേശിയുടെ തലത്തിൽ പരിശീലനം കൊടുത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമാണ്. കാരണം അവർക്കധികം കള്ളത്തരത്തിന് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് കള്ളത്തരം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കില്ല. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ആ സോപ്പ് 100% സേഫാണ്. ഇപ്പം മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആകർഷകമായിട്ടുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സോപ്പുണ്ട്. സോപ്പ് ബേസ് ഉപയോഗിച്ചുള്ള സോപ്പാണ്. ആ സോപ്പ് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സോപ്പാണ്. വളരെ കൂടുതൽ സൈഡ് എഫക്റ്റുള്ള സോപ്പാണ്. ഇപ്പോൾ ഡ്രഗിൻ്റെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ട് പിടുത്തം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. പിന്നെയുള്ളത് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡായിട്ട് വരുന്ന ഏതാനും മരുന്നുകൾ പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. മരുന്നുകളാണോ എന്ന് ചോദിച്ചാൽ ഞാനല്ലെന്ന് പറയും. പക്ഷേ അത് ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഒന്ന്, നമ്മുടെ വിട്ടുമാറാത്ത ചുമയ്ക്ക് ആടലോടകമാണ് വേണ്ടത്. അപ്പോൾ ആടലോടകം കണക്കിനടങ്ങിയിട്ടുള്ള ഏത് സാധനം ഉപയോഗിച്ച് മരുന്നായിട്ട് കഴിച്ചാലും ആ കഫ ഇളകുകയും ചുമ മാറിയും കുറയും. ഇല്ലെങ്കിൽ ചുമ മാറിയല്ല. ആടലോടകത്തിൻ്റെ അളവ് നമ്മുടെ സിറപ്പിൽ കാര്യമായിട്ടില്ലിപ്പം. പിന്നെ രണ്ടാമത്തെ മുറിവെണ്ണ. അതിൻ്റെ പേര് മുറിവിനുള്ള മരുന്നാണ്. പക്ഷേ ആൾക്കാർ മുറിവിന് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മുറിവ് വന്ന ഭാഗത്ത് അത് അല്പം തൂത്തിട്ടുണ്ടെങ്കിൽ അവിടെ പാട് പോലും കാണില്ല. അത് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് വേണ്ടത് പൊള്ളലിനുള്ള മരുന്നാണ്. ഒരു പൊള്ളലുണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെച്ച് മുറിവെണ്ണ എടുത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ള റിലീഫാണ്. അവിടെ വേറെ യാതൊരു പ്രശ്നമില്ല. അവിടെ കൊണ്ടേ നമ്മൾ പേസ്റ്റ് കൊണ്ടുപോയി തേക്കും, തൊലിയടക്കം പറഞ്ഞു പോകും. അത് രണ്ടാമത്തെ സാധനം. അത് മുറിവ്, പൊള്ളൽ, ചതവ്, ഉളുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൂവപ്പൊടി, ഈ ഇരിക്കുന്ന കൂവപ്പൊടി. ആ കൂവപ്പൊടിയെ നമ്മുടെ വല്ലാതെ ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത്, ലൂസ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഛർദിലുണ്ടാകുന്ന സമയത്ത്, ആ സമയത്തുള്ള ഒന്നാന്തരം ഫസ്റ്റ് എയ്ഡാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കുന്ന സമയത്ത് പാല് പൊങ്ങി വരുന്നതിലൊക്കെ കച്ചി വരും. ആ സാധനം അല്പം ഉപ്പൂടി ചേർത്ത് കുടിച്ചാൽ മതി. സാധാരണ വയറ്റിൽ ചെന്ന് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഛർദി നിൽക്കും, ലൂസ് മോഷൻ നിൽക്കും. അപ്പോൾ ആ രീതിയിലുള്ള നല്ല എനർജൈസറുമാണ്, നല്ല മരുന്നാണ്. അടുത്ത ത്രിഫല. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്ന മലബന്ധമുണ്ട്. അവർക്ക് എല്ലാ അസ്വസ്ഥതയും എല്ലാ അസുഖവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് ത്രിഫലയാണ്. കടുക്കാ നെല്ലിക്ക തന്നിക്കയും ഒന്നും കൂടെ സമാസമം. ഈ സാധനം 1 ടേബിൾ സ്പൂണ് 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വൈകിട്ട് കിടക്കുന്നത് തൊട്ട് മുമ്പ് കഴിച്ചാൽ പിറ്റേ ദിവസം മോഷൻ ഫ്രീയാണ്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ആൾക്കാർക്ക് ഉപയോഗിച്ചാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായം വന്നുകൊണ്ടിരിക്കുന്നത് ഈ മസാലപ്പൊടികളിലാണ്. ഏത് മസാലപ്പൊടി എടുത്താലും വലിയ മായമാണ്. ആ മസാലപ്പൊടികളെല്ലാം നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുകയും ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ച് വിതരണത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മസാലപ്പൊടിയുടെ രുചി എന്നാന്ന് അന്നേരമാണ് അവരറിയുന്നത്. അത് തന്നെയല്ല, ചുമ്മാ ഈ ഫില്ലറായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് അവർ കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനമായി. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ വ്യാപകമായ മായം വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇതിൽ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഉപയോഗം വളരെ കൂടുതലിപ്പം. കാരണം മരുന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അതിനകത്തെല്ലാം വളരെ കൂടുതൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധിക്കുന്നത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഇതിനെ മായമില്ലാത്ത സാധനങ്ങളാക്കി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, അവരെ വിതരണത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ ഈ സാധനങ്ങളെ പ്രകൃതി കൃഷിയുടെ സാധനങ്ങളാക്കി ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാം. ഇപ്പോൾ നമുക്ക് പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ളൊരു പൊതുവേ ഉള്ളൊരു ധാരണ, പ്രകൃതിയിലേക്ക് മടങ്ങണം, നല്ല സാധനങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. പ്രകൃതി കൃഷിയാണ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ മേലാത്തുള്ള ഇരട്ടി വിലയോ, 2 ഇരട്ടിയോ, 3 ഇരട്ടിയോ, 4 ഇരട്ടി വിലയാണ്. യഥാർത്ഥത്തിൽ അതിനങ്ങനെ വില ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു നാടൻ പശുവിനെ വളർത്തി ആ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് കീടനാശിനി ഉണ്ടാക്കാം, വളം ഉണ്ടാക്കാം. 30 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാം. ഒറ്റ നാടൻ പശു മതി. അതുകൊണ്ട് അതിന് സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. ആ സാധനം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് ഈ 4 ഇരട്ടിയൊക്കെ വില ഈടാക്കി ആൾക്കാർക്ക് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ടീ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഗ്രീൻ ടീയുടെ പ്രത്യേകത, അത് പ്രകൃതി കൃഷിയുടെ, അതിൻ്റെ അകത്ത് രാസവളമില്ല, അതിൻ്റെ അകത്ത് കീടനാശിനിയില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആൾക്കാർ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം അമിതമായിട്ട് രാസവളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അമിതമായിട്ട് കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ചുരുക്കത്തിൽ ഞാനീ പറയുമ്പോൾ, ചുരുക്കത്തിൽ ഇവിടെ ഈ സ്വദേശി പ്രദർശന മേളയിൽ
പരിശീലനം നടക്കുന്നു, പ്രദർശനം നടക്കുന്നു, സെമിനാർ നടക്കുന്നു. ഈ മൂന്നും കൂടെ കൂട്ടിയുള്ള ഈ പരിപാടിയിൽ ആൾക്കാർ വരുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ അവർ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, അവരുടെ വീട്ടുമുറ്റത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തായാലും പുറത്തുള്ള വിപണികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലടക്കം മായം ചേർക്കുന്ന ഈ ഒരു കാലത്താണ് ഒരു മായവും ചേർക്കാത്ത ഇത്തരത്തിലുള്ള വീടുകളിൽ നിർമ്മിക്കുന്ന, അതായത് ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ എത്തുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു വിപണന മേള നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.